നീതപ്പ വന്നു? വന്നിട്ട് കുറെ നേരമായോ മോളെ? ഞാൻ വന്നിട്ട് 1.5 മണിക്കൂറായി. സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടു. വന്നപ്പോ സൂക്ഷം പോലെ അമ്മയുമില്ല. നീ നേരത്തെ വരുമെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോവില്ലായിരുന്നോ? അമ്മ പ്രണവിന്റെ സ്കൂളിൽ പോയിട്ട് എന്തായി? ആ ബാഗ് കിട്ടിയോ? അല്ല, എന്നിട്ട് അവനെവിടെ? ഒന്നും പറയണ്ട മോളെ. ടീച്ചർമാരുടെ വായിരിക്കുന്ന മുഴുവനും കേട്ട് തൊലി ഉരിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അത് പോട്ടേന്ന് വെക്കാം. അവനിപ്പോ സ്കൂളിൽ ചെല്ലാറില്ലാത്രേ. സ്കൂൾ സമയം മുഴുവൻ അവൻ പുറത്തെവിടെയോ കറങ്ങി നടക്കുവാണെന്ന്. ഇന്നും അവൻ സ്കൂളിൽ ചെന്നിട്ടില്ല. ഷേ, എങ്കി പിന്നെ അവന്തിക്കെങ്കിലും ഇതൊന്നും പറയായിരുന്നല്ലോ. ഞാനും ഇത് ഇപ്പോഴാ അറിയുന്നത് ചേച്ചി. മിക്കപ്പോഴും സ്കൂൾ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇന്ന് സ്കൂളിൽ എവിടെയും അവനില്ലായിരുന്നു. അച്ഛനെ വിളിച്ചൊന്ന് വിവരം പറയണോ അമ്മേ? അയ്യോ, അത് വേണ്ട യാമൻ ചേച്ചി. ജനങ്ങൾ അറിഞ്ഞാ പിന്നെ അവൻ ഇവിടുന്ന് തല്ലു കിട്ടും. എന്നും വൈകിട്ട് വരുന്ന സമയമാകുമ്പോ അവൻ ഇങ്ങ് എത്തിക്കോളും. നിങ്ങളെ വിഷമിക്കണ്ട. നാളെ മുതൽ അവൻ സ്കൂളിൽ നിന്ന് എവിടെയും പോവാതെ ഞാൻ നോക്കിക്കോളാം. ദേവുട്ടി മാഡത്തിനോട് ഞാൻ പറയാം. ആ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം മോളെ. അല്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടത്തിലാവും. ഞാനും ഇത്തിരി പുന്നാരിത്തരം കുറയ്ക്കാൻ പോവാ. അവനിങ്ങ് വരട്ടെ. ഇന്ന് അവൻ എവിടെയാ കറങ്ങി തിരിഞ്ഞു നടന്നെന്ന് എനിക്ക് അറിയണം. ഇന്ന് 2 കൊടുത്തിട്ടെന്നെ കാര്യം. വെറുതെ അവന്തികെ, ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ അമ്മ പറയും. അവൻ വരുമ്പോ പൊന്നെ, പോറ്റി, കുഞ്ഞെ, കരളെ എന്നൊക്കെയാവും വിളിക്കുക. ഇനി അഥവാ തല്ലിയാ പോലും മയിൽപ്പേലി തൂവല് കൊണ്ട് തല്ലുന്നത് പോലെയാവും അമ്മ അവനെ അടിക്കുക. എന്നാ ഞാൻ പോട്ടെ യാമൻ ചേച്ചി. ശരി അവന്തികെ. ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണന്റെ ഫോട്ടോ ഞാൻ തന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. കർണാടക ബോർഡറിലോ ബെല്ലാരിയിലോ ആണ് അയാൾ താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. തന്റെ ടീമിനെ കൂട്ടി താൻ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കും. കുഞ്ഞികൃഷ്ണനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അയാളെ കാണാനൊരു അവസരം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലായോ ബെഞ്ചമിന്? ആ ശരി, ആ ക്യാഷ് ഞാൻ അയച്ചേക്കാം. പക്ഷേ സംഗതി ഭദ്രമായി തീർത്തേക്കണം. ഓക്കെ ബെഞ്ചമിൻ. ഡാഡി ആരോടെ സംസാരിച്ച്? അത് എൻ്റെ ഒരു സുഹൃത്താ. സുഹൃത്തിനോട് എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. ഡാഡി എന്തിനാ ആ കിളവനെ തീർത്തു കളയാൻ പറഞ്ഞത്? മോളെ, ഞാനാരെ തീർക്കാനൊന്നും പറഞ്ഞില്ല. നിനക്ക് തോന്നിയതാവും. ഡാഡി വെറുതെ ഉരുണ്ട് കളിക്കണ്ട. ഡാഡി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അതെ, എന്തിനാ സന്ദീപിന്റെ വല്യമാവനെ തീർക്കാൻ ഡാഡി കൊട്ടേഷൻ കൊടുത്തത്? ഡാഡി ഡാഡി പേടിക്കണ്ട. ഞാൻ ആരോടും പറയില്ല. ധൈര്യമായിട്ട് പറ. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വർഷ. ആ കിഴവന്റെ നാക്കിൻ തുമ്പത്താ നിന്റെയും എന്റെയൊക്കെ ഭാവി. ഡാഡി ഇങ്ങനെ വളഞ്ഞു ചുറ്റാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു രഹസ്യം കുഞ്ഞികൃഷ്ണൻ അറിയാം. അയാളത് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ഞാനും നീയൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താവും. ഒരുപക്ഷെ സന്ദീപ് അതൊക്കെ അറിഞ്ഞാൽ എന്റെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട്
അയാൾ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ ഡാഡി ആ രഹസ്യം? നോ, അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. സമയമാവട്ടെ മോളെ, നിന്നോട് എല്ലാം ഞാൻ പറയാം.